ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എത്ര കഠിനമേറിയതായാലും അതിന് ഒരു ശാന്തത ഉണ്ടാകുവാൻ പോകുന്നു. കഴിഞ്ഞ നിമിഷങ്ങൾ വരെയും നിങ്ങളെ വലച്ച് ഉലച്ച് കളഞ്ഞ ചില പ്രതികൂലങ്ങളെ യേശു ശാസിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. വചനം പറയുന്നത് ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കർത്താവ് എഴുന്നേറ്റാൽ വിടുതൽ ഉറപ്പാണ്. പക്ഷേ കർത്താവ് എഴുന്നേൽക്കണം. ഇതുവരെയും സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം കഴിവുകളിലൂടെയും പലതും പ്രവർത്തിച്ച് പരാജയപ്പെടുകയും തകർച്ചയുടെ വക്കിലായിരിക്കുകയും ചെയ്യുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സദാസമയം ഉണർന്നിരിക്കണമെന്നാണ്. കർത്താവ് കൂടെയുണ്ട് എന്ന ലേബൽ ഒട്ടിച്ച് നടന്നതുകൊണ്ട് മാത്രം വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കില്ല. കർത്താവ് ഉറങ്ങാത്തവനായും മയങ്ങാത്തവനായും എല്ലായ്പ്പോഴും കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളെപ്പോഴും സഹായപർവ്വതമായ കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടകിൽ യേശു ഉറങ്ങിക്കിടക്കുകയാണ്. 4 ഭാഗത്തു നിന്നും കൊടുങ്കാറ്റ് പോലെയും തിരമാലകൾ പോലെയും പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ അവർ നോക്കിയത് ആ പ്രശ്നങ്ങളെയാണ്. തങ്ങളെ കൊണ്ട് പരിഹരിക്കാനാവുന്നത്ര ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോഴാണ് കർത്താവിനെ ഓർമ്മ വന്നത്. പ്രിയമുള്ളവരെ, നാമും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പടകിൽ പുറത്ത് പറയുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്ര വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ഒരു വിടുതലും കാണുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. വചനം പറയുന്നത് നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ്. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞ് അവയെല്ലാം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കരുതി വെച്ചു എങ്കിൽ നാം ജനിച്ച ശേഷവും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നിവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയില്ലേ? പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? നോട്ടം ആരുടെ മേലാണ്? ആശ്രയം ആരിലാണ്? ഭയക്കുന്നത് എന്തിനെയാണ്? കർത്താവിനെ നോക്കേണ്ട സമയത്ത് കർത്താവിനെ നോക്കിയില്ല എങ്കിൽ അവിശ്വാസം ജീവിതത്തിൽ ഉടലെടുക്കും, ഭയം ഉണ്ടാകും. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? എന്നാലും കർത്താവ് തകരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല. അല്പനേരത്തേക്ക് മാത്രം ഉപേക്ഷിച്ചാലും മടങ്ങി വരുവാൻ തയ്യാറാകുന്നവരെ മഹാകരുണയോടെ ചേർത്ത് കൊള്ളുന്നവനാണ് ഈ മഹാദൈവം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തട്ടി ഉണർത്തി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഒരുമിച്ച് നിലവിളിച്ചപ്പോഴാണ് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം കുറ്റം പറയാതെ, ഒരാളെ മാത്രമോ മറ്റുള്ളവരെ മാത്രമോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക എന്നതാണ്. എല്ലാവരും ഏകമനസ്സോടെ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവമേ എന്ന് നിലവിളിക്കുന്ന ആ നിമിഷത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്നത്. യേശു എഴുന്നേറ്റാൽ വിടുതൽ ഉറപ്പാണ്. യേശു നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ ശാന്തതയുണ്ടാകും. പ്രശ്നങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവത്തോട് അപേക്ഷിച്ചാൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനും അമർത്തുവാനും ശാന്തത ഉണ്ടാക്കുവാനും അധികാരമുള്ളവൻ യേശു മാത്രമാണ്. മറ്റാരെക്കൊണ്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയുകയില്ല. മറ്റാരാലും നിങ്ങൾക്ക് സമാധാനം നൽകുവാനും കഴിയുകയില്ല. നിറഞ്ഞ സ്വർഗീയ സമാധാനവും ശാന്തതയും ലഭിക്കുവാൻ സമാധാന പ്രഭുവായ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുക. ഈ ലോകം നൽകാത്ത നിത്യസമാധാനം അവൻ നിങ്ങൾക്ക് തരും. കൊടുങ്കാറ്റിനേക്കാളും തിരമാലകളെക്കാളും വലിയവനാണ് നമ്മുടെ പടകിലുള്ളത്. ഈ വലിയ ദൈവത്തെ വലുതായി കാണുക. പ്രശ്നങ്ങളെ ചെറുതായി കണ്ട് ഈ വലിയവൻ്റെ കയ്യിൽ അവയെ സമർപ്പിച്ചാൽ മാത്രം മതി.